പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ലൂസായ 2 വാഷർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ ഒരു വാഷർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് ഇതേപോലെ കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ എക്സസ് ആയിട്ടുള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മളിവിടെ സ്റ്റിക്ക് ഫാസ്റ്റാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഒട്ടിച്ച് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ടേപ്പ് ഒട്ടിച്ചാലും മതി. അതിന് ശേഷം നമുക്കൊരു വുഡിൻ്റെ ഫിനിഷിങ് കിട്ടാനായിട്ട് ഒരു കളർ അടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങൾ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ കുറച്ച് ക്യാപ്പുകൾ എടുത്തിട്ടുണ്ട് 3 സൈസിൽ കേട്ടോ. എന്നിട്ട് ആ ക്യാപ്പ് വെച്ചിട്ട് റൗണ്ടായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ആ റൗണ്ടുകളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ 3 സൈസിൽ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാധാരണ ഒരു ഷീറ്റ് എടുത്താൽ മതി. എന്നിട്ട് ഒരു വൈറ്റ് കളർ കൊടുത്താലും മതി കേട്ടോ, ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പർ ആയാലും എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇതേപോലെ 3 സൈസിൽ ഇതൊരു സൈസ്, ഇത് 2ാമത്തെ സൈസ്, ഇത് 3ാമത്തെ സൈസ് കണ്ടോ. അങ്ങനെ 3 സൈസിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാഷർ ഉണ്ടല്ലോ, ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു വൂൾ എടുക്കുക, അതൊന്ന് മടക്കി ഇങ്ങനെ വെക്കുക. വേറൊരു പീസ് ഓപ്പോസിറ്റിലും വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുമ്പോൾ ഒരു കെട്ട് പോലെ വീഴും. അതിന് ശേഷം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു 2, 3, 4, 5 പ്രാവശ്യം ചുറ്റി കൊടുത്തതിന് ശേഷം അതൊന്ന് കെട്ടി ഉറപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം അതിങ്ങനെ കെട്ടി ഉറപ്പിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു സൈഡ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് കെട്ട് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് എങ്ങനെയായിട്ടുണ്ട് ഒന്ന് ഭംഗിയാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു വൂള് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തില്ലേ, അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിലോട്ട് ഒരു ബീഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ബീഡൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അതൊരു ഹാങ്ങിങ്ങിനും അതേപോലെ ഒരു ഭംഗിയുമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും നമ്മളൊരു വൂളെടുക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ വെക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇതിലോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കെട്ട് പോലെ ഇങ്ങനെ വീഴും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ചുറ്റ് ഇതേപോലെ വരണം, പിന്നത്തെ ചുറ്റ് ആദ്യത്തേൽ മാച്ചിങ് ആയിട്ട്. അപ്പോൾ ഈ ഒരു വിധത്തിൽ വേണം നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് സൈഡ് കറക്റ്റായിട്ട് എത്തുന്ന വിധത്തിൽ വേണം നമ്മൾ ചുറ്റി കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചുറ്റി എത്തിയിട്ടുണ്ട്. 2 സൈഡുകളും ഒരേപോലെ വരുന്ന വിധത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിത് ചുറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വാഷർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം വലിച്ച് ചുറ്റരുത് കേട്ടോ. ലാസ്റ്റ് എത്തുമ്പോൾ ഒന്ന് കെട്ടി ഉറപ്പിച്ച് കൊടുക്കുക കേട്ടോ. എക്സസ് ആയിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പണിയും കൂടി ഉണ്ട്. ഒരു വൂൾ എടുത്തിട്ട് അതിലോട്ടൊരു ബീഡ് ഇട്ടിട്ട് നമ്മളൊന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ബീഡ് കുറച്ച് വലിയ ബീഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ കെട്ടിയതിന് ശേഷം ഇതിൽ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ആ കെട്ട് ആ ഒരു ബീഡിൻ്റെ ഉള്ളിലോട്ട് പോകും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ വലിയ ബീഡല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ ബീഡല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ബീഡിൽ ലാസ്റ്റിൽ ഒരു എൻഡിൽ കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഉള്ളിലോട്ട് പോവില്ലല്ലോ. ഈ ഒരു ബീഡ് നമ്മൾ എത്ര വലിയ കെട്ടിട്ടാലും ഉള്ളിലോട്ട് പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വലിച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു കെട്ട് നല്ല ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക കേട്ടോ. വീടിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക. കെട്ട് പുറത്തോട്ട് കാണരുത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ആ ഒരു റൗണ്ട് പീസസ് ഇല്ലേ, അതെല്ലാം എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ബീഡ്സും ഇതിലോട്ട് കോർത്ത് കൊടുക്കുക. നമ്മുടെ പണി കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഏറ്റവും ചെറിയ റൗണ്ട് ഉണ്ടല്ലോ 3ാമത്തെ സൈസ്, അതിലോട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ വൂള് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ നമ്മുടെ റൗണ്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ 2nd റൗണ്ടാണ് കേട്ടോ വെക്കുന്നത്. 2nd സൈസിലുള്ള റൗണ്ട് ഇട്ട് കൊടുത്ത് അത് വെച്ചു. വീണ്ടും നമ്മളൊരു ബീഡ് ഇട്ട് കൊടുത്തു. എഗെയിൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2nd സൈസിലുള്ള ആ റൗണ്ട് ഇടുകയാണ് കേട്ടോ. റൗണ്ട് ഇട്ടിട്ട് അത് ഒട്ടിച്ചു കൊടുത്ത് വീണ്ടും നമ്മളൊരു ബീഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി 2 വലിയ റൗണ്ട് വെക്കാൻ പോവാണ് കേട്ടോ. വലിയ റൗണ്ട് വെച്ച് കൊടുത്തു. വീണ്ടും നമ്മളൊരു ബീഡ് ഇടുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ആ വലിയ റൗണ്ട് ഇടുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വീണ്ടും ബീഡ് ഇടുക. അപ്പോൾ ഈ ഒരു വിധത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, അതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 4 നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 നമ്മൾ ഏറ്റവും ചെറുത് 2 വെച്ചിട്ടുണ്ട്. 2 നമ്മൾ ഏറ്റവും ചെറുത് 1 വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലൊന്ന് കെട്ടിക്കൊടുക്കാം. ആദ്യം തന്നെ ഏറ്റവും ലെങ്ത്ത് കൂടിയതില്ലേ, അതായത് ഏറ്റവും ചെറുത് 2 വെച്ചില്ലേ, അത് നമ്മൾ ഇതേപോലെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ചുറ്റി കെട്ടിക്കൊടുക്കുക. ചുറ്റൽ മീൻസ് മുകളിലേക്ക് ആവാതെ ഇങ്ങനെ ലെയറായിട്ട് നിൽക്കുന്ന വിധത്തിൽ കെട്ടണം കേട്ടോ. അപ്പോൾ 2 നമ്മൾ സെൻറ്റർ ഭാഗത്തായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ചെറിയ പീസസ്, അപ്പോൾ ഇതൊന്ന് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ 2 വലുത് 2 സെൻറ്ററിലും ചെറുത് 2 അതിൻ്റെ 2 സൈഡിലുമായിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ലൂപ്പൊക്കെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വാഷർ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറി ലൂപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എംബ്രോയ്ഡറി ലൂപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? നമുക്കിതൊന്ന് വാളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ.
ദാ വോളിലൊക്കെ ചെയ്തിടുമ്പോൾ ഇതേപോലെ ഇരിക്കും. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഇഷ്ടമായോ എല്ലാവർക്കും? ഇത് വേണമെങ്കിൽ നമുക്കിത് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഇതിന് പകരം പേപ്പർ കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു ഷീറ്റ് എടുത്തിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് കൊടുത്തിട്ടായാലും ചെയ്യാം. അതുപോലെ വാഷറിന് പകരമായിട്ട് എംബ്രോയ്ഡറി ഹൂപ്പ് വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഹൂപ്പ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായോ?